വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ജലസംഭരണി തകർന്നു വീണ് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. ചെറുപ്പുളശ്ശേരി വെള്ളിനഴിയിലാണ് സംഭവം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷമാലി, മകൻ സാമിറാം എന്നിവരാണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയും കുഞ്ഞുമാണ് മരിച്ചത്. പശുഫാമിലെ തൊഴിലാളിയാണ് മരിച്ച യുവതി. പശുഫാമിൽ താൽക്കാലികമായി നിർമ്മിച്ച ടാങ്കാണ് പൊട്ടിയത്. വെള്ളത്തിൻ്റെ ശക്തി കാരണം 3 ഭാഗത്തേക്കും പൊട്ടി ഒഴുകുകയാണുണ്ടായത്. അമ്മയും കുഞ്ഞും വെള്ളത്തിലകപ്പെട്ട് കിടന്നത് 1 മണിക്കൂറാണ്. ഉടൻ തന്നെ ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുപ്പുളശ്ശേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാരാട്ടിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ചാമപറമ്പ് ക്ഷീരസംഘത്തിൻ്റെ നേതൃത്വത്തിൽ കാരാട് അംഗനവാടിയിൽ വെച്ച് കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ജയ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ബ്ലോക്ക് ഡിവൈഎഫ്ഐ അനീഷ് നാരായണൻ ക്ലാസിന് നേതൃത്വം നൽകി. സംഘം പ്രസിഡന്റ് ഷഹീർ അലി അധ്യക്ഷത വഹിച്ചു. ചെത്തല്ലൂർ റബ്ബർ ഉൽപ്പാദക സഹകരണ സംഘത്തിൻ്റെ ജനറൽ ബോഡി യോഗം ചേർന്നു. കെ രവീന്ദ്രൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ റബ്ബർ ബോർഡ് CB മധു, അസിസ്റ്റന്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ P ഗീത, ഷിബു, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മഴക്കാല രോഗങ്ങളെക്കുറിച്ച് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. മണ്ണാർക്കാട് നിരോധിത പുകയില ഉൽപ്പന്നമായ 73 ചാക്ക് പാൻ മസാല പിടികൂടി 2 പേർ അറസ്റ്റിലായി. കുന്തിപ്പുഴയിൽ നിന്നാണ് 73 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നമായ പാൻ മസാലയുമായി 2 പേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊറ്റശ്ശേരി സ്വദേശികളായ മേലേതിൽ റഷീദ്, കൊടമല സുലൈമാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. KPSTA ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ LSS, USS, SSLC, +2 വിജയികളെ അനുമോദിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് A വിനീതിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി S തെക്കേതിൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E രാജൻ, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ട കാർ കാട്ടാന തകർത്തു. കല്ലടിക്കോട് പ്രദീപിൻ്റെ കാറാണ് കാട്ടാന തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കാട്ടാനയുടെ ആക്രമണത്തിൽ കാറിൻ്റെ ഡോറുകളും പുറകുവശവും തകർന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്നത് തുടർക്കഥയായിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് അലനല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ സംഘം വൈസ് പ്രസിഡന്റ് സുഗതൻ, സെക്രട്ടറി ബിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സഹകരണ പതാക ഉയർത്തി പ്രതിജ്ഞയെടുത്തു. സീനിയർ സിറ്റിസൺ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PC കുഞ്ഞിരാമൻ, കർഷക കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലക്കുഴി, കർഷക കോൺഗ്രസ് കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് N മോഹൻ എന്നിവർക്ക് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറത്ത് സ്വീകരണം നൽകി. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ PP വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ALP സ്കൂളിൽ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഗായകനും നാടൻപാട്ട് കലാകാരനുമായ പ്രതീഷ് ആലിപ്പറമ്പ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക ശ്രീദേവിക്കുട്ടി, വിദ്യാരംഗ കോർഡിനേറ്റർ ആൽബിൻ മാസ്റ്റർ, അധ്യാപകരായ അനീഫ് മാസ്റ്റർ, റിയാസ് മാസ്റ്റർ, അഭിജിത്ത് മാസ്റ്റർ, ഷഫീഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.